വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു. ഇത്തരമൊരു അവകാശവാദം ആദ്യം ഉന്നയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഇത്തരമൊരു കരാർ പ്രഖ്യാപനം നടത്തിയത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ചില മോദിക്ക് നന്ദി അറിയിച്ചുവെങ്കിലും കരാർ യാഥാർത്ഥ്യമായി എന്ന് മോദി വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ പിന്നീട് അത്തരമൊരു വ്യക്തത ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വ്യവസ്ഥ പ്രകാരം ഇന്ത്യക്കുള്ള തീരുവ 25% നിന്ന് 18% കുറച്ചുവെന്ന് ട്രംപ് പറഞ്ഞു. തീരുവ കുറച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് നന്ദി പറഞ്ഞു. ഏതായാലും പകരമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നിർത്താൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. പകരം വെനസ്വേലയിൽ നിന്ന് US വാങ്ങുന്ന എണ്ണ അത് ഇന്ത്യക്ക് നൽകും. അത്തരത്തിലൊരു കാര്യം ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ അതിൽ വ്യക്തതയായിട്ടില്ല. കൂടാതെ US-ൻ്റെ ഊർജ്ജ സാങ്കേതിക കാർഷിക മേഖലയിൽ നിന്ന് $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുമെന്നും ട്രംപ് അവകാശപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ഉണ്ടായത്. മദർ ഓഫ് ഓൾ ട്രീറ്റീസ് എന്നാണ് ഈ കരാർ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. ഇത് വലിയ തോതിൽ ഇന്ത്യക്ക് US-നെയും ചൈനയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ സഹായകരമായ ഒന്നായി മാറിയിരുന്നു ഐതിഹാസികമായ ഈ കരാർ ഒപ്പിടുന്നതോടുകൂടി. ഇതാണ് ഒരുപക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിനെ ഇത്തരത്തിൽ വളരെ വേഗം ഈ കരാറുമായി മുന്നോട്ട് പോകാനും തീരുവ കുറയ്ക്കാനും മറ്റും പ്രേരിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. തീരുവയിൽ നിയന്ത്രണങ്ങൾ എടുത്തു കളയാനും ഇന്ത്യ സന്നദ്ധമായിട്ടുണ്ട് എന്നൊക്കെ അവകാശവാദം ട്രംപ് ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാകേഷ്, അധിക തീരുവകളെല്ലാം കുറയ്ക്കും, ഒപ്പം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം സുഗമമാക്കും, ഇതടക്കം നിരവധി പ്രഖ്യാപനങ്ങൾ ട്രംപിൻ്റെ ഭാഗത്ത് ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ തീരുവ കൂട്ടുകയും ഇന്ത്യക്ക് മേൽ അധികമായി പല കാര്യങ്ങളും ചുമത്തുകയും ചെയ്ത ട്രംപിന് പെട്ടെന്നൊരു പിന്നോട്ടുപോക്കിന് പ്രേരണയായത് എന്താണ്? രഞ്ജിത്ത്, ഏതായാലും മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിലൊടുവിലാണ് ഇന്ത്യ US വ്യാപാര കരാറിലേക്ക് ഇപ്പോൾ ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് തന്നെ പറയാം. കാരണം 2025 ഫെബ്രുവരിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിച്ചത്. അന്ന് തന്നെ മിഷൻ 500 ഇരു രാജ്യങ്ങളും ഇടയിലെ വ്യാപാരം അടക്കം വർദ്ധിപ്പിക്കാനായി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോവുകയും ഒപ്പം തന്നെ അമേരിക്ക കടുത്ത നിലപാട് സ്വീകരിക്കുകയും തീരുവയടക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒരു കരാറിലെത്തുകയും ആ കരാറിനെ യൂറോപ്യൻ യൂണിയൻ തന്നെ മദർ ഓഫ് ഓൾ ട്രീറ്റീസ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതിൻ്റെ പിന്നാലെ തന്നെയാണ് ഇത്തരമൊരു കരാറിലേക്ക് ഇപ്പോൾ എത്താൻ അമേരിക്ക കൂടി തയ്യാറായിരിക്കുന്നതെന്ന് തന്നെ പറയാം. ഏതായാലും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൊണാൾഡ് ട്രംപ് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ട്രംപ് തന്നെ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ തീരുവ കുറയ്ക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 50% തീരുവയാണ് നിലവിലുള്ളത്. അത് 18% പറഞ്ഞിരിക്കുന്നു. അതായത് പകരച്ചുങ്കം അത് 25% 18% ഒപ്പം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ ചുമത്തിയ 25% തീരുവ അത് എടുത്തു കളയുന്നുവെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ US-ൻ്റെ ഭാഗത്ത് നിന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന് കാരണമായി അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ ചില ഉറപ്പ് നൽകിയിട്ടുണ്ട്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ എണ്ണയ്ക്കായി പ്രധാനമായും ആശ്രയിക്കുന്നത് റഷ്യയാണ്. ഏതാണ്ട് 25% മുതൽ 35% വരെ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. പക്ഷേ ട്രംപ് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഒഴിവാക്കുമെന്ന് പറയുന്നുണ്ട്. പകരം US-നെയും വെനസ്വേലയെയും ഇതിനായി ആശ്രയിക്കുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഈ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് കാർഷിക ഉൽപ്പന്നങ്ങളുടെ അടക്കം ഇറക്കുമതി തീരുവ അത് ഒഴിവാക്കണം, നികുതി ഒഴിവാക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ US ഇന്ത്യക്ക് മുമ്പാകെ വെച്ചിരുന്നു. പക്ഷേ ഇന്ത്യ അന്ന് കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യ അന്ന് രാജ്യ താൽപ്പര്യം സംരക്ഷിക്കും, അതിന് വലുതായി ഒന്നുമില്ല എന്നാണ് അറിയിച്ചിരുന്നത്. ഏതായാലും ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഊർജ്ജ സാങ്കേതിക കാർഷിക മേഖലയിൽ ഏതാണ്ട് $50,000 കോടി ഡോളറിൻ്റെ നിക്ഷേപം നടത്തുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ കരാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ കരാറിലെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ US-ൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് വളരെ പെട്ടെന്നുണ്ടായതാണെന്ന് കൂടി, അല്ലെങ്കിൽ ഇന്നലെ കൊണ്ടുണ്ടായതാണെന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നിലവിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അമേരിക്കയിലാണുള്ളത്. അവിടെ അദ്ദേഹം ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് വാഷിംഗ്ടണിലുള്ളത്. മാത്രമല്ല US അംബാസഡർ സെർജിയോ ഗോർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മുന്നൊരുക്കം നേരത്തെ തന്നെ നടന്നിരുന്നു എന്ന് വേണം വ്യക്തമാക്കാൻ. ഏതായാലും
കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യ US കരാർ പല കാരണങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യമാകാതെ പോയതാണ്. അതാണിപ്പോൾ ഏതായാലും ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കരാറിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല ഇരു രാജ്യങ്ങളെങ്കിൽ പോലും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ലോകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളാണ് ഇന്ത്യയും US-ഉം. ആ രാജ്യങ്ങൾ കൈകോർക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഗുണം രണ്ട് രാജ്യങ്ങളുടെയും ജനങ്ങൾക്കുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പീയൂഷ് ഗോയൽ അടക്കം കേന്ദ്രമന്ത്രിമാരും ഈ കരാർ യാഥാർത്ഥ്യമായതിൽ വിശദീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ വിമർശനം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങി എന്ന ആരോപണമാണ് പ്രധാനമായും കോൺഗ്രസ് ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന്, നേരത്തെ പാകിസ്ഥാനുമായുള്ള സംഘർഷം അത് അവസാനിപ്പിച്ചു എന്ന പ്രഖ്യാപനം ആദ്യം നടത്തുന്നത് ഡൊണാൾഡ് ട്രംപാണ്. പിന്നീട് അദ്ദേഹം പലപ്പോഴായി അത് ആവർത്തിച്ചിട്ടുണ്ട്. തൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇന്ത്യ പാക് സംഘർഷം ഒഴിവായതെന്ന് പല വേദികളിൽ അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായി കരാർ യാഥാർത്ഥ്യമായ കാര്യവും ട്രംപാണ് ലോകത്തെ അറിയിക്കുന്നത്. അങ്ങനെയാണ് മറ്റുള്ളവർ അറിയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ട്രംപിലൂടെ അറിയേണ്ടി വരുന്നു എന്ന വിമർശനമാണ് ഏതായാലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇനി അറിയേണ്ടത് ഈ കരാറിന്റെ വിശദാംശങ്ങളാണ്. ട്രംപ് വീണ്ടും പറയുന്നത് മോദി സംസാരിക്കാൻ കഴിയുന്നത് വലിയ ബഹുമതിയാണ്, മഹാനായ സുഹൃത്തും കരുത്തനായ നേതാവുമാണെന്ന് ട്രംപ് ആവർത്തിക്കുന്ന പശ്ചാത്തലമുണ്ട്. വീണ്ടും സംസാരിക്കാൻ കാത്തിരിക്കുന്നുവെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ശ്രീ സജിമോൻ ആന്റണി കൂടി നമ്മോടൊപ്പം അമേരിക്കയിലും ചേരുന്നുണ്ട്. വിദേശകാര്യ വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം, മാധ്യമപ്രവർത്തകൻ. സജിമോൻ ആന്റണി, ഇത് ഇപ്പോൾ ചരിത്രപരമായ ഒരു കരാർ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒപ്പിട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ട്രംപ് കടക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. കാരണം നമുക്കറിയാം, പലതവണ ഇന്ത്യയുമായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, തീരുവകൾ വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയ്ക്ക് പലതരത്തിലുള്ള സാങ്ഷൻസ് ഏർപ്പെടുത്തുന്ന ട്രംപ് അതിനുശേഷം വളരെ പെട്ടെന്ന് ഏകപക്ഷീയമായി ട്രൂത്ത് സോഷ്യലിലൂടെ ഇത് പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ ഈ യൂറോപ്യൻ യൂണിയൻ കരാറാണ് എന്ന് പറയാനാകുമോ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കഴിഞ്ഞ 10 മാസമായിട്ട് നമ്മൾ എല്ലാവരും പലതവണ ഡിബേറ്റ് ചെയ്യുന്ന കാര്യമാണ്, എന്നാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു വ്യാപാര അവസാനിക്കുക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് കഴിഞ്ഞ ഏപ്രിൽ 2 ഒരു റെസിപ്രോക്കൽ ടാരിഫിൽ അത് 10% തുടങ്ങി. അത് ഓഗസ്റ്റിൽ അത് 25% ആക്കുകയും പിന്നെ ഒക്ടോബറിൽ ഇന്ത്യ എന്തുകൊണ്ട് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നു എന്നതിൽ അധിഷ്ഠിതമായിട്ട് ആ ഒരു പോളിസിയിൽ പഴിചാരിക്കൊണ്ട് അത് 50% ഉയർത്തുകയും ചെയ്തു. അപ്പം അവിടെ നിന്ന് 18% വരുമ്പം ഒരു പരിധി പറയുന്നത് ഒരു വിജയമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതെ. കാരണം ഇന്ത്യക്കും അമേരിക്കയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകതയുണ്ട്. രണ്ടും 21ാമത്തെ സെഞ്ചുറിയുടെ അല്ലെങ്കിൽ മുന്നോട്ട് നോക്കുമ്പോൾ ഫോർവേഡ് ലുക്കിംഗ് രാഷ്ട്രങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇന്ത്യയുടെ ഒരു ബാലൻസിംഗ് ആക്ട് അല്ലെങ്കിൽ മുമ്പ് എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2.8% ആയിരുന്നു ആ ടാരിഫ് എങ്കിൽ ഇപ്പോൾ അത് 18% ആയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം നമുക്ക് നോക്കിക്കാണേണ്ട ഒരു 3 കാര്യങ്ങളൂടെ ഉണ്ട്. ഈ ഒരു വ്യാപാര കരാർ പ്രഖ്യാപിക്കുന്നതോടൊപ്പം രണ്ടുപേരും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, പ്രത്യേകിച്ച് ട്രംപ് പ്രൈം മിനിസ്റ്റർ മോദിയെ പുകഴ്ത്തുകയും അതോടൊപ്പം തന്നെ അതിനേക്കാളും ഒരു പടിയുടെ കടന്ന് പ്രൈം മിനിസ്റ്റർ മോദി ട്രംപിനെയും പുകഴ്ത്തി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം മൂന്നാമത് പറയാനുള്ള ഒരു കാര്യം, ഏകദേശം $500 ബില്യൺ ഒരു ട്രേഡ് അഗ്രിമെന്റ് കൂടെ ഇതിന്റെ കൂടെ ഒരു പാക്കേജ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ട്രേഡ് അല്ലെങ്കിൽ അമേരിക്കയും ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഇന്ത്യ വേഴ്സസ് അമേരിക്ക അല്ലെങ്കിൽ പാകിസ്ഥാൻ വേഴ്സസ് അമേരിക്ക അതിനൊന്ന് കഴിയുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആശ്വസിക്കാൻ കാരണമുണ്ട്. കാരണം പാകിസ്ഥാനുമായിട്ട് 19% സെറ്റിൽ ആയിരിക്കുന്നെങ്കിലും അമേരിക്കയുടെ ട്രേഡ്, എന്നാൽ അത് 18%, അതായത് 1% കുറച്ചാണ് അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ളത് വന്നിരിക്കുന്നത്. ഒരു ആശ്വാസജനകമാണ്. പിന്നെയുള്ളത് ഇതൊരു ക്യാച്ച് കൂടെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഒരു വാണിജ്യ കരാർ, പ്രത്യേകിച്ച് ഓയിൽ സംബന്ധമായിട്ടുള്ള ആ ഡീലുകൾ അവസാനിപ്പിക്കാനുള്ള ഒരു എഗ്രിമെന്റ് പ്രൈം മിനിസ്റ്റർ